അപ്പോൾ ഈ ആൾക്കൂട്ട ആക്രമണം നടത്തുന്നത് ആരെന്ന് ചോദിച്ചാൽ രാജ്യത്തൊരു കൂട്ടരാണ് ബഹുഭൂരിപക്ഷവും നടത്തുന്നത്. ബാക്കിയൊക്കെ മോഷ്ടാവാണെന്ന് വിചാരിച്ച് അടിച്ചു വന്ന ഈ നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലെ കഥയാണ്. അതിപ്പോൾ കുറവാണ്. കേരളത്തിലേക്ക് അത് വന്നിരിക്കുകയാണ്. കേരളത്തിലെ സംഘപരിവാരം ആളെ ബംഗ്ലാദേശി മുസ്ലിമാണോ എന്ന് ചോദിച്ച് കൊല്ലാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു എന്നതിനെ നമ്മൾ കാണുന്നത് കേവലം ഒരു പോലീസ് കേസായിട്ടാണോ? BNS-ലെ ആൾക്കൂട്ട ആക്രമണം എന്ന വകുപ്പ് എന്തുകൊണ്ടതില്ല? താങ്കൾ പറഞ്ഞതിൽ എല്ലാ വിശദാംശവും ഉണ്ട്. ഇവരെങ്ങനെയാണ് കൊന്നത് ആ വീഡിയോയിലെല്ലാം നമുക്ക് കാണാൻ കഴിയും. പക്ഷേ പരിശോധിക്കുകയാണ് ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോലീസ് അതൊരാൾക്കൂട്ട ആക്രമണം ചുമത്താൻ പറ്റിയ വകുപ്പ് ചുമത്താൻ പറ്റിയ കേസാണെന്ന്. ആൾക്കൂട്ട ആക്രമണ വകുപ്പ് ചുമത്തിയാൽ എന്തായിരിക്കും ശിക്ഷ? പരമാവധി ശിക്ഷ കിട്ടാൻ പോകുന്ന കേസാണ്. എന്തിനാണ് അതിനകത്ത് ഒളിച്ചു കളിക്കുന്നത്? എന്തിനാണ് ഈ നിങ്ങളുടെ പോലീസ്? ഇഷാദ്, ഞാൻ ഈ വിഷയത്തിൽ മനസ്സിലാക്കുന്നത് ഈ സംഭവത്തിൽ സുപ്രീം കോടതിയുടെ എല്ലാം മാർഗനിർദ്ദേശത്തിനനുസരിച്ചാണ് ഈ വകുപ്പുകൾ ചേർക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി മറ്റു ചില കാര്യങ്ങളൊക്കെ സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ആ വകുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ ചേർക്കും. ഇന്നിപ്പോൾ പാലക്കാട്ടെ SP തന്നെ ആ കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോലീസ് വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഈ കുറ്റവാളികൾ രക്ഷപ്പെടരുത് എന്ന് മാത്രമല്ല ഇനി ഒരാൾക്കും ഇത്തരത്തിൽ സുപ്രീം കോടതി മാർഗനിർദ്ദേശം വെല്ലുവിളിക്കാൻ കഴിയുന്ന നിലയിൽ കോടതി മാർഗനിർദ്ദേശം സുപ്രീം കോടതിയിൽ പോയി ചോദിക്കണം. എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണ് എങ്ങനെയാണ് ചേർക്കാൻ കഴിയുക. രാജ്യത്ത് പലയിടത്തും ഈ കേസുകൾ എടുക്കുന്നുണ്ടല്ലോ. കേരളത്തിൽ തന്നെ ഏതെല്ലാം കേസുകൾ എന്തെല്ലാം വകുപ്പുകൾ നമ്മൾ ഇടുന്നു? തീർച്ചയായും നിഷാദ് ആദ്യം നിഷാദിന് അറിയുന്നതായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. സ്വാഭാവികമായും ഒരു കേസ് ഉണ്ടാകുമ്പോൾ ആ കേസിൻ്റെ ആദ്യഘട്ടത്തിൽ പോലീസ് എടുക്കുന്ന വകുപ്പുകൾ ഒരുപക്ഷെ പിന്നീട് ദിവസങ്ങൾ 2-3 ദിവസമൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ അന്വേഷണം കൂടുതൽ വ്യക്തതയിലേക്ക് എത്തുമ്പോൾ അതിനാവശ്യമായ ഇത് വളരെ 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 വീഡിയോ എവിഡൻസ് ഉള്ള ഒരു കേസല്ലേ? വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസ് ഉള്ള കേസാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു ആൾക്കൂട്ടം ഒരാളെ അയാളുടെ വംശം ചോദിച്ചും അയാളുടെ നാട് ചോദിച്ചും അടിച്ചു കൊല്ലുകയാണ്. അത് മുമ്പിലുള്ള യാഥാർത്ഥ്യമാണെന്നിരിക്കെ അതിനുള്ള ആദ്യം ഇടേണ്ട വകുപ്പ് ഈ ആൾക്കൂട്ട ആക്രമണം എന്ന് പറയുന്നത് BNS 103 സംതിങ് അല്ലേ? അത് ഇട്ടിട്ടില്ല. അത് ഇട്ടാൽ കംപ്ലീറ്റ് ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള സംഘപരിവാറുകാർ അട്ടർ ലോക്കിലായി പോവും. അതെന്താ ചെയ്യാത്തതെന്താ? തീർച്ചയായും അത് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ. ഞാനിപ്പോൾ ഈ ചർച്ചയിൽ നമ്മൾ ഈ 4-ാമത്തെ ദിവസം അല്ലെങ്കിൽ 5-ാമത്തെ ദിവസം ഇരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ആ വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇതിൽ ചേർക്കും എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ ആ കേസ് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടത് അല്ലെങ്കിൽ അത് നിയമപരമായി ഈ കേസ് അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ്. വളരെ ഗൗരവമായി പാലക്കാട്ടെ SP-യുടെ മേൽനോട്ടത്തിലാണ് IPS ഉദ്യോഗസ്ഥൻ്റെ മേൽനോട്ടത്തിൽ ഈ കേസ് അന്വേഷിക്കുന്നു. അത് ഞാൻ പറഞ്ഞു, ഒരു നിലയിലും ഇത് കേരളത്തിൽ ആവർത്തിക്കാതിരിക്കാൻ ഉള്ള സംവിധാനം ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. എനിക്ക് ഇതിൽ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞത് ഒരു രാഷ്ട്രീയമായിട്ട് പറയുകയല്ല, പക്ഷേ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു പ്രതികരണമായി എനിക്ക് ഇന്ന് തോന്നിയത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണമാണ്.